எங்களை தெரியலையா உனக்கு ஓட்டு போட்ட எங்களை வந்து ஒரு வாட்டி பார்க்கலையா தூக்கங்கூட கண்ணில வரல வீடே இல்லையா நாங்க വീടില്ലാமல் തെരുവിലെങ്കോ കിടക്കാമേ അയ്യോ ഞങ്ങൾ വലിയതുറ തീരപ്രദേശത്തെ മത്സ്യക്കച്ചവട സ്ത്രീകളാണ്. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ നാടകം. ഈ നാടകത്തിൻ്റെ പേര് ഇത് എങ്കളക്കടൽ. ഏവരെയും ഈ നാടകത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മീനൊക്കെ പോവാ വരുമേ എല്ലാവരും മീനൊക്കെ പോവാ വരുമേ വരുമേ വരുമേ. ഈ നാടകം ഒരു പ്രതിഷേധമാണ്. തങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പുറം ലോകത്തെ അറിയിക്കാൻ അവർ തിരഞ്ഞെടുത്ത മാർഗമാണ് ഈ കലാരൂപം. എന്തൊരു നാറ്റമാ, എന്തൊരു നാറ്റമാണെന്ന് മേഡം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മളൊരു ഓട്ടോയിൽ കയറിയ മീനാറ്റം, നമ്മൾ ബസ്സിൽ കയറിയ മീനാറ്റം, നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറിപ്പോയ മീനാറ്റം എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്നു. അവരും അവരെ മക്കളും ഊണ് കഴിക്കുമ്പോൾ ഊണ് മേശയിൽ മീനില്ലാതെ അവർക്ക് ഊണ് കഴിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം വരെ നീളുന്ന മത്സ്യവില്പന കഴിഞ്ഞാൽ വൈകിട്ടോടെ 1 മണിക്കൂർ പരിശീലനത്തിനായി സംഘമെത്തും. നിത്യ ചിലവുകൾ കഴിഞ്ഞ് മിച്ചം പിടിക്കുന്ന തുച്ഛമായ തുകയാണ് നാടകത്തിന്റെ ചിലവുകൾക്കായി മാറ്റിവെക്കുന്നത്. ചെല്ലമ്മേ ചേട്ടനിക്ക് ഒരു 200 രൂപ എന്നെ പൈസ ഒന്നും ഇല്ല. നീ തരേല തരേല. എന്നെ സ്വഭാവം നീ മാറ്റണില്ല. കൊള്ളുക. ഓ നല്ല കൊള്ളുക. അയ്യോ എന്റെ പണ്ട് അയ്യോ അയ്യോ. നാടകത്തിലൂടെ അവർ അവരുടെ ജീവിതം തന്നെയാണ് പറയുന്നത്. ഇത് തുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടു. ഇതുവരെ 4 വേദികളിലും ഇവരുടെ നാടകം കളിച്ചു. കടലമ്മ കനിഞ്ഞു തന്ന കനി കൊണ്ട് കഴിഞ്ഞോര് കടലിൻ്റെ മക്കളിന്ന് കണ്ണീരിലല്ലോ കടലടിയിലെ നിധിയും തേടി വല വീശി പോയോർക്ക് ഒടുവിലി കണ്ണീർ മുത്തു കൊടുത്തതാരോ. കടലും ഞങ്ങളുടേത്, തീരവും ഞങ്ങളുടേത്. ഇത് ഞങ്ങൾ ആർക്കും വിട്ടുതരത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാ പോയത്. ഇത് വലിയ തുറയുടെ കാര്യം മാത്രമല്ല, ഓരോ മത്സ്യബന്ധന ഗ്രാമവും നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് എങ്കളക്കടൽ എന്ന ഈ നാടകത്തിന്റെ ഉള്ളടക്കം. ക്യാമറമാൻ അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.